നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നോക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നിങ്ങൾ വിചാരിച്ചാൽ മതി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ മേളിൽ ഏത് നേരത്തും ഒരു സർപ്രൈസ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നടക്കുന്നതായിട്ടുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പേരിലാണ് ഈ പാകിസ്ഥാനെതിരെ USA ചില നടപടികളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്പെക്കുലേഷൻസോ അല്ലെങ്കിൽ എൻ്റെ ഓൺ തോട്ട്സോ അല്ലെങ്കിൽ ഈ ഒരു തീവ്രവാദികൾക്കെതിരെയുള്ള ആ ഒരു പ്രിസ്യൂം ചെയ്തുകൊണ്ടുള്ള ഒരു സംസാരമല്ല ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഒരുപാട് വീഡിയോസിൽ അതിനെക്കുറിച്ചുള്ള അനുമാനങ്ങളായിട്ടുള്ള സ്പെക്കുലേറ്റഡ് ആയിട്ടുള്ള സംസാരങ്ങൾ ഒരുപാട് കിടപ്പുണ്ട്. ഞാൻ അതിലേക്കല്ല വരുന്നത്. നമ്മൾ അതിനകത്ത് കുറച്ച് ഇൻസൈറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അമേരിക്കയുടെ അടുത്ത് ശരിക്കും പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. കയ്യോടെ പിടികൂടി അമേരിക്ക പാകിസ്ഥാനെ, അങ്ങനെ വേണം പറയാൻ. ഇവരുടെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞു കയ്യോടെ പിടികൂടിയിരിക്കുകയാണ്. അത് ഇപ്പൊ ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പാകിസ്ഥാൻ പെട്ടിരിക്കുന്നത്. ഇപ്പം അമേരിക്ക വളരെ സീരിയസ് ആയിട്ട് 4 കമ്പനികൾക്കെതിരെ സാങ്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട 4 കമ്പനികൾക്ക്. അപ്പം അമേരിക്ക വെറുതെ ഒരു 4 കമ്പനികളെ പിടിച്ചങ്ങ് പിന്നെ സാങ്ഷൻസ് ഏർപ്പെടുത്തുന്നതല്ല, ഇതുപോലെ ഒരു എക്കണോമിക് സാങ്ഷൻസ് ഉണ്ടാക്കുന്നതല്ല. ഇതിൽ കുറെ നാളായിട്ട് ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട്. അപ്പൊ ഈ 4 കമ്പനികൾ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ നോക്കാം. ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ NDC എന്നാണ്. NDC എന്ന് പറഞ്ഞാൽ നാഷണൽ ഡെവലപ്മെന്റ് കോംപ്ലക്സ് എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര്. ഇത് പാകിസ്ഥാനിലുള്ള ഒരു കമ്പനിയാണ്, പാകിസ്ഥാനിലുള്ള മേജർ കമ്പനിയാണ്. ഈ കമ്പനി എന്താണ് അവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ, ഈ കമ്പനി പാകിസ്ഥാന്റെ സ്പേസ് പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതായത് ഈ കമ്പനി മേടിക്കുന്ന സാധനങ്ങളെല്ലാം ഈ സ്പേസ് പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ഈ കമ്പനി മേടിക്കുന്നത്. അപ്പൊ ഇതിന് ഈ കമ്പനിക്ക് സപ്ലയർ ആയിട്ട് 3 കമ്പനികളുണ്ട്. ആ കമ്പനികളാണ് ശരിക്കും പറഞ്ഞാൽ ഫോറിനിൽ നിന്ന്, അതായത് US നിന്നും കുറെ സാധനങ്ങളും സാമഗ്രികളൊക്കെ മേടിക്കുന്നതും US മാത്രമല്ല പല രാജ്യങ്ങളിൽ നിന്നും ഇവരാണ് പർച്ചേസ് ചെയ്ത് ഈ NDC എന്ന് പറഞ്ഞ കമ്പനിക്ക് കൊടുക്കുന്നത്. അപ്പൊ NDC എന്ന് പറഞ്ഞ കമ്പനിയുടെ സപ്ലയേഴ്സ് ആയിട്ട് വരുന്ന അടുത്ത 3 കമ്പനികൾ. ആ 3 കമ്പനികൾ എന്ന് പറഞ്ഞാൽ എല്ലാം കറാച്ചി പാകിസ്ഥാനിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന 3 കമ്പനികളാണ്. അക്തർ ആൻഡ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അക്തർ ആൻഡ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇത് ഒരു കമ്പനി, ഇത് കറാച്ചിയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ അഫിലിയേറ്റ് ഇന്റർനാഷണൽ രണ്ടാമത്തെ കമ്പനിയാണ്. അഫിലിയേറ്റ് ഇന്റർനാഷണൽ, ഇതും കറാച്ചിയിൽ തന്നെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത കമ്പനി റോക്ക് സൈഡ് എന്റർപ്രൈസസ്. അപ്പൊ ഈ അക്തർ ആൻഡ് സൺസ് ആയിക്കോട്ടെ, ഈ അഫിലിയേറ്റ് ഇന്റർനാഷണൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഈ റോക്ക് സൈഡ് ആയിക്കോട്ടെ, ഈ 3 കമ്പനികളും തന്നെ ഈ പാകിസ്ഥാനിൽ കറാച്ചിയിൽ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഇവര് സ്പേസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു റോക്കറ്റ് വിക്ഷേപിക്കുമല്ലോ, ഈ സുപ്പാർക്കോ എന്ന് പറഞ്ഞ അവരുടെ ഒരു സ്ഥാപനമുണ്ട്. അപ്പൊ അതിലേക്ക് സപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ഈ സുപ്പാർക്കോയുമായിട്ട് ബന്ധമുള്ളത് ഈ നാഷണൽ ഡെവലപ്മെന്റ് കോംപ്ലക്സ് എന്ന് പറഞ്ഞ കമ്പനിക്കാണ്, NDCക്ക്. ഈ NDCയുടെ 3 സപ്ലയേഴ്സ് ആയിട്ടുള്ള കമ്പനീസ് ആണ് ഈ 3 കമ്പനീസും. ഈ 3 കമ്പനീസും എന്ത് ചെയ്തിരിക്കുന്നതാണ്, US നിന്ന് കുറെ ഇങ്ങനെ സ്പെയർ പാർട്സുകളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇത് US ഓഡിറ്റിംഗിൽ വന്ന കാര്യങ്ങളാണ്. ശരി, ഇപ്പൊ അത് അമേരിക്ക പാകിസ്ഥാനെതിരെ സാങ്ഷൻ ഉണ്ടാക്കുന്നു, ഇത് പാകിസ്ഥാനിലുള്ള കമ്പനി. ഇതിന് എന്താണ് പ്രശ്നം? ഇതിന് നമ്മളിപ്പോ എന്താണ് ഇപ്പൊ നോക്കുന്നത് പറഞ്ഞാൽ ഇന്ത്യയുടെ റോളാണ് ഇതിനകത്ത് നോക്കുന്നത്. ഇപ്പൊ ഇന്ത്യക്ക് ഇത് എന്താണ് റോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, പാകിസ്ഥാൻ അനാവശ്യമായിട്ട് ഇന്ത്യയുടെ പേര് ഉപയോഗിച്ചു എന്നുള്ളത് തെളിവ് സഹിതം, തൊണ്ടി മുതൽ സഹിതം അമേരിക്ക കണ്ടെത്തി. അത് നമ്പർ 1. ഓക്കെ, ഇത് അവിടെ ഇരിക്കട്ടെ. അടുത്ത കള്ളത്തരത കൊണ്ടുവരാം. അടുത്തത് ഇവർ ചെയ്തിരിക്കുന്ന പറഞ്ഞാല് ഇന്ത്യയുടെ ഇന്റലിജൻസ് വളരെ വ്യക്തമായിട്ട് ഇതിനെ, നമുക്കൊരു ഇൻഡ്യൂഷൻ ഉണ്ടാവുമല്ലോ, ഇൻഡ്യൂഷൻ അല്ല, നമ്മുടെ ഇന്റലിജൻസ് വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവര് കൃത്യമായിട്ട് ഈ പാകിസ്ഥാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് കൃത്യമായ നിരീക്ഷണം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഇന്റലിജൻസ് ഇവിടെ ഇരിക്കുന്നത്. ആ ഒരു ഇന്ത്യയുടെ ഇന്റലിജൻസിന് ഈ ഒരു വിവരങ്ങൾ കൃത്യമായി ലഭിച്ചതോടുകൂടി കഴിഞ്ഞ 1.5 മാസത്തിന് മുമ്പ് ഒരു ക്വാഡ് സബ്മിറ്റ് നടന്നായിരുന്നു. ക്വാഡ് സബ്മിറ്റിൽ ചൈനയ്ക്കെതിരെയുള്ള ആ ഒരു പ്ലാനിങ്ങിൽ, ചൈനയ്ക്കെതിരെയാണല്ലോ അമേരിക്ക ഏറ്റവും കൂടുതൽ ഈ ഒരു ക്വാഡ്, ഈ ഒരു ഇൻഡോ പസഫിക്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊണ്ടുവരാനും ഈ ചൈനയുടെ ഡോമിനൻസ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഈ ക്വാഡ് സഖ്യം അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിലാണ് ഈ ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ, USA പ്രധാന 4 രാജ്യങ്ങളിൽ കൂടി ചേർന്ന് ഇതിനെതിരെ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതില് ചൈനയുടെ ഡോമിനൻസിനെ കുറച്ച് ഒതുക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ചൈനയുടെ ഒരു ഹെൽപ്പോട് കൂടി പാകിസ്ഥാൻ ഇൻഡോ പസഫിക്കിൽ എന്താണ് അതിന്റെ റോൾ എന്നുള്ള ഒരു ചർച്ച വന്നപ്പോഴത്തേക്കാണ് കൃത്യമായിട്ട് ഇവിടെ ജയ്ശങ്കർ അവിടെ കൃത്യമായിട്ടുള്ള ഈ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് എടുത്ത് വെളിയിലിട്ടത്. നമ്മുടെ അടുത്ത് ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ അതിന്റെ ദൂരപരിധി ഒന്നും നമ്മളൊക്കെ അത് വളരെ പരിമിതമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ തന്നെയും നമ്മളത് ഡിസ്ക്ലോസ് ചെയ്യത്തില്ല. അത് തന്നെയാണ് ഒരു രാജ്യത്തിന്റെ സീക്രസി എന്ന് പറയുന്നത്. ഈ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് എടുത്ത് വെളിയിലിടുകയും ആ റിപ്പോർട്ട് അമേരിക്ക തന്നെ കണ്ണു തള്ളിപ്പോയ അവസ്ഥയിലാണ്. ആ റിപ്പോർട്ട് വായിച്ചവർ മനസ്സിലാക്കിയിട്ട് ഓക്കെ, നമ്മൾ ഇതിനകത്ത് സീരിയസ് ആയിട്ട് എന്താണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ക്വാഡ് സഖ്യം പിരിഞ്ഞു പോയത്. അപ്പൊ അതിനുശേഷമാണ് തുടരെ നടപടികൾ മുന്നോട്ട് വന്നത്. അപ്പൊ അവിടെ നിന്ന് അമേരിക്ക ചോദിക്കുകയുണ്ടായി, നിങ്ങൾ കുറെ സാമഗ്രികൾ, നിങ്ങൾ കുറെ ഈ സ്പേസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ നമ്മുടെ അടുത്ത് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ അവിടെ എന്താണ് നിങ്ങളുടെ സ്പേസ് പ്രോഗ്രാമിന്റെ ഡെവലപ്മെന്റ് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് പാകിസ്ഥാൻ ഞങ്ങൾ അങ്ങനെ സ്പേസ് പ്രോഗ്രാം ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ കള്ളം പറഞ്ഞത്. ഓക്കെ,
അപ്പോൾ ഇത് അമേരിക്ക എപ്പോഴും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നുള്ളത്. ഇവന്മാർ മണ്ടന്മാരാണ്. ഇവന്മാർ കൃത്യമായിട്ടുള്ള സത്യം അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾക്കാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, ഞങ്ങൾക്ക് ഇന്ന ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അതിന് പകരം യുവമാർ പറഞ്ഞത് ഇല്ല, ഞങ്ങൾ അങ്ങനെ സ്പേസ് പ്രോഗ്രാമേ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ മേടിച്ചിരിക്കുന്ന, അതായത് ഈ 3 കമ്പനികളും പർച്ചേസ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റോക്കറ്റ് അഥവാ ഈ സ്പേസ് പ്രോഗ്രാമിന് ഇല്ലെങ്കിൽ ഈ മിസൈലുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന സ്പെയർ പാർട്സുകളാണ് നിങ്ങൾ മേടിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പം നിങ്ങൾ എന്താ മിസൈൽ വല്ലതും ഉണ്ടാക്കുന്നുണ്ടോ? മിസൈലൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല, ആ രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പൊ മിസൈലും ഉണ്ടാക്കുന്നില്ല, നിങ്ങൾ സ്പേസ് പ്രോഗ്രാമും ചെയ്യുന്നില്ല, പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വെറുതെ ആരെങ്കിലും ഇത്രയും പൈസ മുടക്കി ഈ സാധനങ്ങളൊക്കെ മേടിക്കുമോ? അപ്പൊ എന്തോ ഒരു പണി അവിടെ നടക്കുന്നുണ്ട്. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇത് സംഭവിച്ചത് പാടെ കള്ളി വെളിച്ചത്തായി. അപ്പൊ ഇത് ഈ ഒരു ചോദ്യം നിലനിൽക്കെ ഇതിന് ഉത്തരം കൊടുക്കുന്നതിന് പകരം പാകിസ്ഥാൻ ഓപ്പൺ ഏരിയയിൽ ഒരു പ്രസ്താവനയുമായിട്ടാണ് വന്നത്. ഞങ്ങൾക്ക് മിസൈൽ പരീക്ഷണം നടത്തണം, ഞങ്ങൾ ചൈനയെടുത്ത് മിസൈൽ മേടിക്കുന്നു, ഞങ്ങളടുത്ത് ഉള്ള രീതിയിൽ. അപ്പൊ ഇത് ഓപ്പൺ പ്രസ്താവനയുമായിട്ടാണ് വന്നത്. ഈ ഓപ്പൺ പ്രസ്താവന വരുന്നെങ്കിൽ മനസ്സിലാക്കിക്കോണം യുവമാർ എന്തോ കള്ളത്തരം കാണിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ അങ്ങനെ കണ്ടെത്തിയതാണ് യുവമാർക്ക് അവസാനം സമ്മതിക്കേണ്ടി വന്നു, അതേ ഞങ്ങൾ മിസൈൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതായത് അവസാനം സത്യം പുറത്തു വന്നു. സത്യം അവർ സ്വമേധയാ പറഞ്ഞു എന്നുള്ളതിലുപരി സത്യം അവരെ കൊണ്ട് പറയിപ്പിച്ചു. ആ രീതിയിലാണ് സംഭവിച്ചത്. ഇത് സംഭവിച്ച പാടെ തന്നെ അമേരിക്ക ഉടനെ തന്നെയാണ് ഈ കമ്പനികളെല്ലാം സാങ്ഷൻ ചെയ്ത് 4 കമ്പനികളെയും കൃത്യമായി സാങ്ഷൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, കമ്പനി സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ വേറെ കമ്പനി തൊട്ട് വേറെ രീതിയിലുള്ള ആയുധങ്ങൾ മേടിക്കും. പക്ഷേ ഇനി പാകിസ്ഥാനിലോട്ട് ഇങ്ങനെ ഒരു ഷിപ്മെന്റ് വരുമ്പോഴത്തേക്കും കൃത്യമായി അമേരിക്ക ശ്രദ്ധിക്കും. കാരണം ഇനി ഈ രീതിയിലുള്ള അതായത് ഈ ഒരു മിസൈൽ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സ്പേസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടോ ഉള്ള സാമഗ്രികൾ ഇനി പാകിസ്ഥാനിലോട്ട് അമേരിക്ക എന്തായാലും കയറ്റി അയക്കൂല. അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട സഖ്യരാഷ്ട്രങ്ങൾ ഒന്നും തന്നെ ഇനി കയറ്റി അയക്കൂല. ശക്തമായ രീതിയിലുള്ള സാങ്ഷനാണ് ഇമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് മാത്രമല്ല, അപ്പൊ തന്നെ നമ്മൾ 2-3 നമ്മളുടെ ന്യൂസുകളെല്ലാം നിങ്ങൾ തുടർന്ന് കാണണം കേട്ടോ. കാരണം നമ്മളുടെ ചാനലിൽ വരുന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായി ഒരു വീഡിയോയിൽ നിന്ന് മറ്റൊരു വീഡിയോക്ക് ചില കണക്ഷൻസും ലിങ്ക്സ് ഒക്കെ ഉണ്ടായിരിക്കും. നമ്മൾ തുടരെ സംസാരിച്ച് പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതിലുണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് ഒക്കെ ഇതിന്റെ പ്രീവിയസ് വീഡിയോസുകളിലായിരിക്കും ഉണ്ടാകുക. അപ്പൊ നിങ്ങൾ തുടരെ ഇത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ഗ്ലോബൽ ഈവന്റ്സിലൂടെ സഞ്ചരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ തലയുമാലില്ലാത്ത അവസ്ഥയായി പോരുത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്ത് കൊണ്ടാണ് ഈ ഒരു ലോൺ അമേരിക്ക വേൾഡ് ബാങ്ക് ഇവർക്ക് കൊടുക്കാനിരുന്നത്, അതായത് ഓൾറെഡി അപ്രൂവ് ആയി കിടന്ന $500 മില്യൺ വർത്ത് വരുന്ന ലോണ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ 2-3 വീഡിയോയ്ക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്തതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അപ്പൊ ഇനി ഒരു ലോണോ IMF നിന്ന് ഒരു സംഭവമോ ഒന്നും കിട്ടാൻ പോകുന്നില്ല, എല്ലാം സാങ്ഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമില്ല, ഇതാണ് സംഭവം. അപ്പൊ അന്ന് ജയശങ്കർ എന്താണ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവർ നിർമ്മിക്കുന്നത് 15,000 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു ബാലിസ്റ്റിക് മിസൈലാണ്. 15,000 മൈൽ ചെന്ന് അടിക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ ആലോചിച്ചോണം. അപ്പൊ ഇതിന് അമേരിക്ക ചോദിച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തിനാണ് ഇത്രയും വലിയ ലോങ് റേഞ്ച് മിസൈൽ നിങ്ങൾ ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഷാഗീൻ കാറ്റഗറിയിൽ ഒരുപാട് മിസൈൽ ഉണ്ട്, നിങ്ങളുടെ ന്യൂക്ലിയർ വാർഹെഡ് ഉള്ള കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ ഒരുപാട് സാമഗ്രികൾ ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രയും വലിയ ലോങ് റേഞ്ച് മിസൈൽ 15,000 കിലോമീറ്റർ ഒക്കെ നിങ്ങൾക്ക് എന്തിനാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് ഒന്നെങ്കിൽ ഇവരെന്ത് പറയണം, ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ഞങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങൾ സെക്കൻഡറി സ്ട്രൈക്കിന് വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്നുള്ള രീതിയാണ്. ഈ സെക്കൻഡറി സ്ട്രൈക്ക് എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിലാക്കേണ്ടത്, ഒരുപാട് പേർക്ക് അറിയാം, ഞാൻ അറിയാത്ത ആൾക്കാർക്ക് പറയാണ്. സെക്കൻഡറി സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് ന്യൂക്ലിയർ പവർ ഉണ്ടെങ്കിൽ നമ്മളെ രാജ്യത്തിന് പോളിസി ഉണ്ടാവും. അതൊരു രാജ്യത്തിന്റെ ന്യൂക്ലിയർ ബോംബ് വെച്ചിരിക്കുന്ന ആൾക്കാരുടെ പോളിസി അങ്ങനെ മെയിൻ ആയിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. ചില രാജ്യങ്ങൾക്കുണ്ട്, ചില രാജ്യങ്ങൾക്കില്ല. അപ്പൊ അതിൽ ഇന്ത്യയിലൊക്കെ സെക്കൻഡറി സ്ട്രൈക്കിന്റെ പോളിസിയാണ് ഉള്ളത്. ഈ സെക്കൻഡറി സ്ട്രൈക്ക് പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കില്ല, അത്രേ ഉള്ളൂ. ഫസ്റ്റ് സ്ട്രൈക്ക് നമ്മൾ ചെയ്യില്ല, ആദ്യത്തെ ന്യൂക്ലിയർ ബോംബ് നമ്മൾ ചെയ്യില്ല. നമ്മളടുത്ത് ആരെങ്കിലും ന്യൂക്ലിയർ ബോംബ് ഇവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് അടിക്കും, അതാണ് പോളിസി. ഇതാണ് ഈ സെക്കൻഡറി സ്ട്രൈക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ രീതിയിൽ സെക്കൻഡറി സ്ട്രൈക്കിനാണെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ കുറെ ന്യൂക്ലിയർ ബോംബൊക്കെ വെച്ചിട്ടുണ്ട്. ഇവരുടെ അടുത്ത് എത്ര നമ്പേഴ്സ് ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് ആക്യുറസി ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ഡേറ്റാസ് ഒന്നും വെളിയിൽ എവിടെയും അവൈലബിൾ അല്ല. അപ്പൊ അതിന് അവർ പറഞ്ഞ ഉത്തരം എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുണ്ട്, ആവശ്യമില്ല എന്നവർക്ക് പറയാം. ഞങ്ങൾക്ക് ന്യൂക്ലിയർ ബോംബിന്റെ ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ആ രീതിയിൽ പറയുന്നതിന് പകരം അവർ ഇന്ത്യയെ ബ്ലെയിം ചെയ്തു. അതായത് ഇന്ത്യ ഒരുപാട് മിസൈലുകളും ഹൈപ്പർസോണിക് ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ബാലിസ്റ്റിക് മിസൈലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അവരെ നിർത്തൂ, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരെ വരുന്നത്, ഏത് രീതിയിൽ നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരെ വരുന്നത് എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് അമേരിക്കയ്ക്ക് കൊടുത്തത്. അമേരിക്കയ്ക്ക് ഇന്ത്യ എന്ത് ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പം ഇന്ത്യ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ഇന്ത്യ ചെയ്യുന്നത് അവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇതിലുപരിയായിട്ട് ഒരു തീവ്രവാദികളുടെ കയ്യിൽ ഈ ഒരു ന്യൂക്ലിയർ ബോംബ് ഇന്ത്യയിൽ നിന്ന് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ പാകിസ്ഥാനിൽ അങ്ങനെയല്ല. പാകിസ്ഥാനിൽ എപ്പോഴും പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയും അതുപോലെ തന്നെ തീവ്രവാദ സംഘടനകളുടെ കൂട്ടായ്മയും ചേർന്നുള്ള തീവ്രവാദികൾക്ക് തന്നെ ജന്മം കൊടുക്കുന്നതും ലോകമെമ്പാടും തീവ്രവാദം കയറ്റിവയ്ക്കുന്നതുമായിട്ടുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ജയശങ്കർ വാട്സ്ആപ്പ് മീറ്റിൽ പറഞ്ഞു മുഴുമിപ്പിച്ചത് എന്താന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് അവർ ഞങ്ങളെ അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ ആ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. കാരണം ഞങ്ങളൊന്നും 15,000 കിലോമീറ്റർ ദൂരത്തിലല്ല ഞങ്ങൾ താമസിക്കുന്നത്. പക്ഷെ അവർ തരുന്ന ആൻസറുകളൊന്നും വാലിഡേറ്റ് ചെയ്യുന്ന ആൻസർ അല്ലല്ലോ. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അവരുടെ വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ താമസിക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ 15,000 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ആ ഒരു ലോങ് റേഞ്ച് മിസൈൽ ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പൊ ഇതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്
ഒന്നെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ. പക്ഷേ ഇതിന്റെ ഏറ്റവും കൃത്യമായ തീരുമാനം വന്നിരിക്കുന്നത് ഈ ഇറാനും ഈ പാകിസ്ഥാനും കൂടെ ചേർന്ന് ഒരു 5-6 തവണ മീറ്റിംഗ് നടത്തിയായിരുന്നു. ആ മീറ്റിംഗിന് ശേഷമാണ് ഇറാനുമായിട്ടുള്ള ഒരു മീറ്റിംഗിന് ശേഷമാണ് ഇസ്രായേലിനെ ഒരുമിച്ച് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കൃത്യമായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊരു സർപ്രൈസ് അറ്റാക്ക് ഇസ്രായേലിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിസൈൽ ഇവർ റെഡിയാക്കുന്നത്. ഇതാണ് കൃത്യമായ കാരണം. ഇതിൽ എന്താണ് സംഭവിച്ചാല്, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഈ ലോകത്തെമ്പാടുമുള്ള ഈ തീവ്രവാദ സംഘടനകളെ മൊത്തം അടിച്ച് ഒരു രീതിയിൽ ഒതുക്കി മൂലക്കിരുത്തിയിരിക്കുകയാണ്. നാണക്കേട് കൊണ്ട് അവന്മാർക്ക് നിന്ന് തിരിയാനുള്ള സമയമല്ല. പക്ഷേ എല്ലാവരും നോക്കുന്നത് ഈ അറബ് രാഷ്ട്രങ്ങളായാലും ശരി, ഇസ്ലാമിക രാഷ്ട്രങ്ങളായാലും ശരി, എല്ലാ രാജ്യങ്ങളുടെ ഇടയിൽ വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരേ ഒരു ന്യൂക്ലിയർ പവർ ഉള്ള IOCയിൽ മെമ്പർഷിപ്പ് ഉള്ള, അതായത് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കൺട്രീസ് ഉണ്ടല്ലോ, ആ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ മെമ്പർഷിപ്പ് ഉള്ള രാജ്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രാജ്യം, കൂടുതൽ തീവ്രവാദപരമായ നടപടികൾക്ക് മുതിരുന്ന രീതിയിലുള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാനാണ്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഇവർ അതിന്റെ ഒരു ഡോമിനൻസ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ ഒരു ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രത കൊണ്ടാണ് ഈ ഒരു ന്യൂക്ലിയർ പ്രോഗ്രാമിന് ഇവർ തുടക്കമിട്ടത്. ഇതാണ് സംഭവിച്ചത്. അവരുടെ കയ്യിൽ ഈ ഒരു ലോങ് റേഞ്ച് മിസൈൽ വന്നു കഴിഞ്ഞാൽ ഒരു ഡയറക്റ്റ് ത്രെട്ട് ആണ്. അതായത് എവിടെ, എൻറ്റയർ വേൾഡിൽ തന്നെ ഡയറക്റ്റ് ത്രെട്ട് ആണ്, സ്പെഷ്യലി ഇസ്രായേലിന്. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം, അതായത് ജൂതൻ ഈ ലോകത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രഖ്യാപനം എടുത്ത രാജ്യങ്ങളിൽ ഒരു ഒന്നാമത്തെ രാജ്യമാണ് പാകിസ്ഥാൻ. കാരണം ഈ പുസ്തകത്തിൽ പേരൊന്നും പരാമർശിക്കാതെ മൊത്തത്തിൽ കാഫറുകൾ എന്ന് എഴുതിയിരിക്കുന്ന കൂട്ടത്തിലുള്ള ഇന്ത്യക്കാർക്കെതിരെ തന്നെ അവന്മാർ ഈ വക നടപടികൾ എടുക്കുമ്പോഴത്തേക്കും കൃത്യമായി അവരുടെ പേര്, യഹൂദന്റെ പേര് രേഖപ്പെടുത്തി കൊടുത്തിരിക്കുന്ന പുസ്തകം കയ്യിൽ വെച്ചുകൊണ്ട് ആ വിശ്വാസം വളരെ കൃത്യമായി കൊണ്ടുപോവുകയും അതിനെതിരെ, ബ്ലാസ്ഫമിക്കെതിരെ ഒരുപാട് കൂട്ടക്കൊലകൾ, ബ്ലാസ്ഫമിക്കെതിരെ നിത്യേന കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? തീർച്ചയായിട്ടും അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവന്മാര് ഇത് വലിയൊരു ദീനിന്റെ പ്രവർത്തനമായിട്ട് എടുത്തുകൊണ്ട് ഇത് ജിഹാദുകൾക്കെല്ലാം മേളിലുള്ള ഒരു ജിഹാദായിട്ട് കരുതിക്കൊണ്ട് ഇവർ ഇസ്രായേലിന്റെ മേളിൽ ഒരു ബോംബിടും. അത് ഉറപ്പാണ്. ഈ ഒരു ബാലിസ്റ്റിക് മിസൈലിൽ ഒരു വാർഹെഡ് വെച്ച് ഒരു അണുബോംബ് വെച്ച് അങ്ങ് വിട്ടാൽ പോരെ, തീരുന്ന കേസേ ഉള്ളൂ. ഇത് അമേരിക്കയും ഇസ്രായേലും ഉടനെ തന്നെ ജോയിൻ ചെയ്ത് ഇന്ത്യയിൽ വന്നിട്ട് പെട്ടെന്ന് പാകിസ്ഥാൻ അടിക്കാനൊന്നും പോകുന്നില്ല. ഇന്ത്യക്ക് കൃത്യമായ പോളിസി ഉണ്ട്. മറ്റുള്ളവരുടെ ബേസ് നമുക്ക് ഇന്ത്യയിൽ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ട്രെയിനിങ് എന്നുള്ള രൂപത്തിൽ കൊടുക്കാൻ പറ്റും. ഈ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് ഇന്ത്യയിലോട്ട് വരാം, ഇസ്രായേലിന് ഇന്ത്യയിലോട്ട് വരാം. ആ രീതിയിലൊക്കെ ഒരു മൂവ്മെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി തന്നെ നമ്മൾ പല്ലൊക്കെ പിഴുതിട്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. പാകിസ്ഥാൻ ഇനി ഇന്ത്യ അടുത്ത് ഒന്നും ചെയ്യാനില്ല. അവന്മാർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഒളിത്താവളങ്ങൾ വഴിയില്ലെങ്കിൽ ഇങ്ങനെ നുഴഞ്ഞു കയറ്റം, ഈ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഒന്നും അവന്മാർക്ക് ചെയ്യാനില്ല എന്നുള്ളതാണ്. ഈ ഒരു തീവ്രവാദപരമായ നടപടികൾ, ആക്രമണങ്ങൾ ഇത് നടത്താമെന്നല്ലാതെ ഇന്ത്യയെ നേരിട്ട് നിന്ന് ഇനി ഒന്നും ചെയ്യാൻ പാകിസ്ഥാൻ ആവില്ല എന്നുള്ളതാണ്. പാകിസ്ഥാന്റെ ഒറ്റൊരു നടപടി എന്ന് പറഞ്ഞാൽ ആർമിയാണ്. ആ ആർമി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിനും ഗുണമില്ലാതെ, ആർക്കും ഗുണമില്ലാതെ സംഭവിക്കുന്ന ആ രാജ്യം, അതായത് ആർമി ഉദ്യോഗസ്ഥർക്ക് മാത്രം ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് മാത്രം പൈസ ഉണ്ടാക്കി ഈ രാജ്യത്തിന് വരുന്ന വരുമാനം എല്ലാം അവർ തന്നെ മോട്ടിച്ച് ജീവിക്കുന്ന രീതിയിലാണ് അവരുടെ ആർമി സെറ്റപ്പ് ഉള്ളത്. ഇന്ത്യ എന്നുള്ളൊരു പേരിലാണ് ആ ആർമി തന്നെ നിലനിൽക്കുന്നത്. ഇപ്പൊ ഇന്ത്യയുമായിട്ട് ഒരു ശത്രുത ഇല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ ആർമി എങ്ങനെ ജീവിക്കാനാണ്? അവർക്ക് പൈസ പോലും കിട്ടൂല, ശമ്പളം കിട്ടൂല. ആ രീതിയിലാണ് ആ രാജ്യത്തിന്റെ പോക്ക്. ഇന്ത്യയെ എനിമിയായിട്ട് ചിത്രീകരിച്ച് നിർത്തുക എന്നുള്ളത് പാകിസ്ഥാൻ ആർമിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അവരുടെ നിലനിൽപ്പിന്റെയും കൂടെ കാരണമാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന്റെ ആർമി അവിടുത്തെ ഒരു നേച്ചറായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ 13382 13A 1338213A എന്ന് പറഞ്ഞ ഒരു സെക്യൂരിറ്റി ഓർഡർ, ഈ ഓർഡറാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഈ ഓർഡർ ഇഷ്യൂ ചെയ്തത് പാകിസ്ഥാന്റെ ഈ 4 കമ്പനികളെ സാങ്ഷൻ ചെയ്യുന്നതിനോടൊപ്പം പാകിസ്ഥാന്റെ പല രീതിയിലുള്ള സാങ്ഷൻസ് അടുക്കടുക്കായിട്ട് വരാനിരിക്കുകയാണ് തുടരെ. പാകിസ്ഥാന്റെ വിനാശകാലം ഓൾറെഡി തന്നെ തുടങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ട്രംപും കൂടെ വരുന്നതോടുകൂടി ഇതിനൊരു പൂർണ്ണത കിട്ടും. ഈ പാകിസ്ഥാൻ ഇനിയിപ്പോൾ പോകുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയ അവസ്ഥയായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിൽ വേറൊരു സംഗതി കൂടെ കിടപ്പുണ്ട്. ഇന്ത്യ എന്തുകൊണ്ടാണ് ഇപ്പൊ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ നോർത്ത് കൊറിയയിൽ ഒരു എംബസി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയിരുന്നു. അതിന് ഈ കാര്യമായിട്ട് വളരെ പ്രസക്തിയുണ്ട്. കാരണം ഈ നോർത്ത് കൊറിയയും ഈ പാകിസ്ഥാൻ ചൈനയുടെ സപ്പോർട്ടോടുകൂടി നോർത്ത് കൊറിയയിൽ നിന്ന് കുറെ ടെക്നോളജി ഒക്കെ കടം മേടിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു. ചൈനയെ ഉപയോഗിച്ചുകൊണ്ട്, ചൈനയുടെ സഹായത്തോടു കൂടി നോർത്ത് കൊറിയയും പാകിസ്ഥാനും കൂടെ കുറെ സഹകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായിട്ട് ചില വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു കാര്യം വെച്ചാൽ, ഇന്ത്യ ചൈനയുമായിട്ട് കുറച്ച് ഒരു പോസിറ്റീവ് മൂവ്മെന്റ്സ് ഉണ്ടായ സ്ഥിതിക്ക് റഷ്യയുടെ സപ്പോർട്ടോട് കൂടി നോർത്ത് കൊറിയയുമായിട്ട് ഒരു ടൈപ്പ് വെച്ചിട്ട് ഈ ചൈനയും അതേപോലെ തന്നെ പാകിസ്ഥാനെയും കൂടെ ചെറുക്കാനുള്ള ഏർപ്പാടാണ് ഈ ഇന്ത്യ ഈ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഈ നോർത്ത് കൊറിയയിൽ ഈ ഒരു എംബസി ഓപ്പൺ ചെയ്യുന്നത്. ഇന്ത്യ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് നോർത്ത് കൊറിയയുമായിട്ട് കൊണ്ടുപോകുന്നെങ്കിൽ തീർച്ചയായിട്ടും നോർത്ത് കൊറിയയുടെ ഭാഗത്തു നിന്നുള്ള ഇന്ത്യക്കെതിരെ ഏതെങ്കിലും സാഹചര്യത്തിൽ വരാനിരിക്കുന്ന ചില നിർണായക പദ്ധതികൾ നമുക്ക് തടയാൻ കഴിയും. കാരണം നമ്മൾ ചില സമയത്ത് നമ്മൾ വളരെ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കണം. അത് അഫ്ഗാനിസ്ഥാനിലോട്ടായിക്കോട്ടെ, ഇറാനിലോട്ടായിക്കോട്ടെ, അതേപോലെ നോർത്ത് കൊറിയ ആയിക്കോട്ടെ, നമ്മൾ
ചില സാഹചര്യങ്ങൾ നമ്മൾ കൃത്യമായ തീരുമാനം നമ്മുടെ നാട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വരും തലമുറയ്ക്ക് അത് കുറച്ച് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും ഇന്ത്യ ഒരു പോസിറ്റീവ് മോഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ്, ഈ ഒരു റീസൺ കൊണ്ടാണ് നോർത്ത് കൊറിയയിൽ നമ്മൾ എംബസി ഓപ്പൺ ചെയ്യുന്നത്. ഇസ്രായേൽ കുറച്ചുനാൾ കൊണ്ടേ ഈ ഒരു ഡിസ്കഷൻസ് ഇന്ത്യയുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഈ ഇന്ത്യൻ ഇന്റലിജൻസിനും ഇസ്രായേൽ ഇന്റലിജൻസിനും നല്ല രീതിയിലുള്ള കണക്ഷൻ ഉണ്ട്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും നല്ല കൊടുക്കൽ വാങ്ങലുകളുണ്ട്, കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യലുണ്ട്. അപ്പൊ ഇത് ഇസ്രായേൽ ഓൾറെഡി തന്നെ ഇതിനകത്ത് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഇസ്രായേൽ പാകിസ്ഥാന്റെ ഉള്ളിലെ ന്യൂക്ലിയർ സ്പോട്ടുകൾ പ്രിസൈസ് അറ്റാക്ക് ചെയ്യും. അപ്പൊ അത് ഏത് രീതിയിൽ ചെയ്യും എന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് ചെയ്തതിനു ശേഷം മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ഇസ്രായേൽ എപ്പോഴും ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ എന്തായാലും പാകിസ്ഥാനിന് ഒരു നല്ല ദിവസം വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.